പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായം അതിലെ 5-ാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. എത്ര വലിയ അത്ഭുതമല്ലേ. അടുത്ത വാക്യങ്ങൾ, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുവെന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകം 5-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മൾ ഈ പറയപ്പെട്ട വാക്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു കുടുംബമുള്ള ഹാനോക്ക്, താൻ കമ്മിറ്റഡ് ആയിരുന്നു, ജീവിതത്തിൽ ഒത്തിരിയേറെ കമ്മിറ്റ്മെന്റുകളുള്ള ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അങ്ങനെയാണെങ്കിൽ ഈ തലമുറയിൽ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്കൊരു വലിയ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ആ ഗിഫ്റ്റാണ് പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ സഹായകനാണ്. അങ്ങനെയാണെങ്കിൽ ഈ കൃപായുഗത്തിൽ നമുക്ക് എത്രയധികമായി നമ്മൾ ദൈവത്തോട് കൂടെ നടക്കാൻ കഴിയും. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈ തിരുവെഴുത്തുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നതിൽ കുറവ് വരുത്തരുത്. നമുക്ക് കുടുംബം ഉണ്ടായിരിക്കാം, കമ്മിറ്റ്മെന്റുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഈ തലമുറയിൽ നാം മറന്നു പോകരുത്. ദൈവത്തോടു കൂടെ നടക്കണം. എന്തിനാണെന്ന് അറിയാമോ? ദൈവത്തോടു കൂടെ നടന്ന ഹാനോക്കാണ് എടുക്കപ്പെട്ടത്. അത് റാപ്ചറിന് ഒരു പിക്ചർ തരികയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നാം ദൈവത്തോടു കൂടെ നടന്നാൽ കർത്താവിന്റെ വരവെങ്കിൽ നമുക്ക് എടുക്കപ്പെടാൻ കഴിയും. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. മാറാനാഥ.